ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളക്കെതിരെ ബി.ജെ.പി. ദേശീയ ചിഹ്നത്തെ അവഹേളിക്കുന്ന പ്രസ്താവനകളാണ് ഒമർ അബ്ദുള്ള നടത്തിയത്. ദേശീയ അടയാളങ്ങളോട് കോൺഗ്രസും സഖ്യകക്ഷികളും അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന്റെ മനോഭാവം വ്യക്തമാക്കുന്നതാണ് ജമ്മു കശ്മീർ സംഭവമെന്ന് ബി.ജെ.പി. ദേശീയ വക്താവ് സുധാംശു ത്രിവേദി പറഞ്ഞു. ഹസ്രത്ത് ബാൽ ദർഗയിൽ സ്ഥാപിച്ച ശിലാഫലകത്തിൽ എന്തിന് അശോകസ്തംഭം ഉൾപ്പെടുത്തി എന്നായിരുന്നു ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവന. जम्मू कश्मीर में इंडी गठबंधन की सरकार के मुखिया और मुख्यमंत्री उमर अब्दुल्ला जी द्वारा जिस प्रकार से भारत के राजकीय चिन्ह अशोक स्तंभ के बारे में अवमाननापूर्ण बात कही गई है, ये इंडी गठबंधन और कांग्रेस के सहयोगी दलों में भारत की पहचान, भारत के सम्मान के प्रति किस प्रकार के हिकारत का भाव है उसको यह दर्शाती है. अगर उमर अब्दुल्ला जी को लगता है कि वहां पर यह नहीं होना चाहिए तो यह कहीं ना कहीं मैं उनसे पूछना चाहता हूं कि जिस ढंग से इसका अपमान किया गया उसके बारे में तो कुछ बोलना चाहिए. ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, കശ്മീരിലെ ഈ ഹസ്രത്ത് ദർഗ, അവിടെ ഈ പൊതുഖജനാവിൽ നിന്നും പണം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ആ പ്രവർത്തനങ്ങൾ നടത്തിയതാകട്ടെ അവിടുത്തെ വഖഫ് ബോർഡ്, ജമ്മു കാശ്മീർ വഖഫ് ബോർഡാണ്. അതിനുശേഷം ഈ സാധാരണഗതിയിൽ അവിടെ സ്ഥാപിക്കുന്ന ഫലകം അവിടെ സ്ഥാപിക്കുകയുണ്ടായി. ആ ഫലകത്തിൻ്റെ ഒരു കോണിൽ അശോക സ്തംഭം ഉണ്ടായിരുന്നു. ഇതാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രകോപിപ്പിച്ചത്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചേർന്ന് വലിയ സംഘടിതമായി എത്തി ഈ ഫലകത്തിലുണ്ടായിരുന്ന അശോക സ്തംഭം ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും വൈറലായിട്ടുണ്ട്. ഇതിനെതിരെ ബി.ജെ.പി. രംഗത്ത് വന്നിട്ടുണ്ട്. ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ തീവ്രവാദ പ്രവർത്തനം തന്നെയാണ് ഇത് എന്നുള്ളതാണ് പ്രധാനമായും ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തന്നെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഈ അക്രമികളെ, ഈ തീവ്രവാദികളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒമർ അബ്ദുള്ള ചോദിക്കുന്നത് എന്തിനാണ് ദർഗയിൽ അശോകസ്തംഭം പതിച്ച അല്ലെങ്കിൽ അശോകസ്തംഭമുള്ള ഈ ഫലകം സ്ഥാപിച്ചത് എന്നുള്ളതാണ്. അതേസമയം അത് പൊതുഖജനാവിൽ നിന്നുമാണ് പണം ഉപയോഗിച്ച് ഈ ദർഗയിൽ പുനരുദ്ധാരണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവിടെ അശോകസ്തംഭം സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനമായതിനാൽ തന്നെ അവിടെ അശോകസ്തംഭം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അശോകസ്തംഭം ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഈ തീവ്രവാദികൾക്ക് കൊടപിടിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മാത്രമല്ല ഇവിടെ ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നത് ഒമർ അബ്ദുള്ള അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം ഒന്നാകെ ഇതിനെതിരെ മൗനം പാലിക്കുകയാണ്. ഇതിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്തുവാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ സഖ്യത്തിലെ മറ്റ് നേതാക്കളോ തയ്യാറായില്ല എന്നുള്ളതാണ് ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നത്. ദേശീയ ചിഹ്നങ്ങളോടുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ അനാദരവ് സൂചിപ്പിക്കുന്നതാണ് ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒമർ അബ്ദുള്ളയും അല്ലെങ്കിൽ ഈ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് ഒമർ അബ്ദുള്ളയടക്കം രംഗത്തെത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതായാലും രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നിട്ടുണ്ട്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ദേശീയ ചിഹ്നത്തെയൊക്കെ തന്നെ അപമാനിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ അത് നിരുത്തരവാദപരമാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായും ബി.ജെ.പി. അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ബി.ജെ.പി. നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി വരുന്നു. വിഷ്ണു, ശരി. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.